ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഓഗസ്റ്റ് മാസം 28 തീയതി ബുധനാഴ്ച ദിവസം 1200 ആണ്ട് ചിങ്ങമാസം 12 തീയതി ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 6 തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:18 അസ്തമയം വൈകുന്നേരം 6:30 നാളത്തെ തിഥി ദശമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 3:40 അവസാനിക്കുന്ന സമയം ബുധനാഴ്ച വൈകുന്നേരം 3:55 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകീര നക്ഷത്ര ജാതകരാണ്. മകീര നക്ഷത്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമാണ്. ജ്യോതിഷം അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 12 രാശികളിലായി 27 നക്ഷത്രം വരണം. അപ്പോൾ ഒരു രാശിയിൽ 2.25 നക്ഷത്രം എന്നുള്ള കണക്കിൽ വരുമ്പോൾ മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദം ഇടവക്കൂറിലും പിന്നീടുള്ള 2 പാദങ്ങൾ മിഥുനക്കൂറിലുമായിട്ട് വന്നു ചേരും. അപ്പോൾ നാളെ ഇടവക്കൂറിൽപ്പെട്ട മകീര നക്ഷത്ര സമയം പറഞ്ഞു തരാം. ചൊവ്വാഴ്ച വൈകുന്നേരം 3:40 മുതൽ ബുധനാഴ്ച പുലർച്ചെ 3:40 വരെയുള്ള സമയമാണ് ഇടവക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ച പുലർച്ചെ 3:40 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച വൈകുന്നേരം 3:55 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മകീര നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി നാളെ മകീര നക്ഷത്രമാണല്ലോ. മകീര നക്ഷത്രപ്രകാരം അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം 3:40 മുതൽ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 3:55 വരെയുള്ള സമയത്ത് അനുകൂലമായ ഫലങ്ങൾ ഏതൊക്കെ നാളുകാർക്ക് വന്നു ചേരും? അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാർക്ക് നാളെ മകീര നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അത്തം, ചിത്തിര, രേവതി, ഭരണി, അവിട്ടം, ചതയം, രോഹിണി എന്നീ നാളുകാർക്കാണ് നാളത്തെ ദിവസം മകീര നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, കാർത്തിക, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് അശ്വതി, കാർത്തിക, ഉത്രട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഏതെങ്കിലും വിധത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. വരുമെന്നല്ല, 100% വരുമെന്നല്ല, സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻകരുതൽ എടുക്കുക. ഏതൊരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം. അതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. പരാജയപ്പെട്ടു പോകരുത്. അപ്പം അതിനുവേണ്ടിയാണ് ജ്യോതിഷം ഇങ്ങനെ പറഞ്ഞിരുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ഈ അധ്യായത്തിലെ അടുത്ത വിഷയം, നാളെ ബുധനാഴ്ച ദിവസമാണ്. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 10:48 വരെ ശുഭസമയമാണ്. പിന്നീട് 11 ഉച്ചയ്ക്കാണ്. 11:36 മുതൽ 12:24 വരെയുള്ള സമയവും അഭിജിത്ത് മുഹൂർത്ത സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 4:48 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി ഈ അധ്യായത്തിൽ പറയുന്ന അടുത്ത വിഷയം സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. നാളത്തെ തീയതി 28. അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 2+8 = 10. 10നെ വീണ്ടും ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1+0 = 1. അങ്ങനെ ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതിയിൽ ജനിച്ചോടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 1 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടേണ്ട. മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങളുണ്ടോ ഉള്ളവർ മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഫലങ്ങൾ നാളെ വരും എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY ഇല്ലെങ്കിൽ സാമാന്യ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. കാരണം ജ്യോതിഷപരമായിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങളാണ് എന്നും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് ജീവിത പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളാണെന്നുള്ളത് ഉത്തമ വിശ്വാസത്തോടു കൂടിയാണ് എന്നും സമയം കളഞ്ഞ് ഈ വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, അവരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, അങ്ങനെ സഹകരിക്കുക. മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും എന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്.
സെപ്റ്റംബർ മാസം 2-ാം തീയതി മകനക്ഷത്ര ദിവസം അന്നൊരു പ്രത്യേക പൂജ ഞാൻ ചെയ്യുന്നുണ്ട്. ആ പൂജ എന്തിനാണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ചന്ദ്രൻ ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വരുന്നു, സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നു. ഇന്ന് മകനക്ഷത്രമാണ്. അപ്പോൾ ജ്യോതിഷം പറയുന്നത് ഒരു രാശിയിൽ സൂര്യൻ ചന്ദ്രൻ ഒരുമിച്ച് നിൽക്കുന്നത് അത്ര ഗുണകരമല്ല എന്ന് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ കാരണം സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രനും അവിടെ വന്ന് നിന്നാൽ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് മറ്റ് ഗ്രഹങ്ങളൊക്കെ മൗഢ്യം അല്ലെങ്കിൽ ആയിപ്പോകുന്നത്, അതായത് അവർക്കൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ഈ മൗഢ്യം എന്നൊക്കെ പറയുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹമൊക്കെ സൂര്യനോട് അടുക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശവലയം കൊണ്ട് ആ ഗ്രഹങ്ങൾക്കൊക്കെ ശോഭിക്കാൻ പറ്റാതെ മൗഢ്യം വരുന്നത്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഈ സൂര്യനോട് ചേരുന്ന സമയത്ത് ഈ ചന്ദ്രൻ ബലമില്ലാത്തൊരു സമയത്താണ്. അപ്പോൾ ഈ ചന്ദ്രനാണ് മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിയെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം. അപ്പോൾ ഈ സമയത്ത് ശനിയുടെ ദൃഷ്ടി, കുംഭൻ രാശിയിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി 7-ാം ഭാവമായ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ ഈ ശനി സൂര്യനെയും ചന്ദ്രനെയും ശത്രുവായിട്ട് കാണുന്ന ഗ്രഹമാണ്. അപ്പോൾ ശത്രുത വന്നു ചേർന്ന് മനുഷ്യർക്ക് പല വിധത്തിലുള്ള ആപത്തുകൾ, അനർത്ഥങ്ങൾ, ദുരന്തങ്ങൾ ഒക്കെ സംഭവിക്കാം. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്താൽ വളരെ നല്ലതാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ആ പൂജ അന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നെങ്കിലും അതിന് മുന്നൊരുക്കമായിട്ട് ഞാൻ 2-3 ദിവസം മുമ്പേ അതിനുള്ള പൂജകളൊക്കെ തുടർന്ന് വരുന്നതായിരിക്കും. ചെയ്ത് തുടർന്ന് വരുന്നു. അവസാനിക്കുന്നത് ഈ മകനക്ഷത്ര ദിവസമാണ്. ഇത് ചെയ്യുന്നതിൻ്റെ കാരണം, ഞാനിപ്പോൾ 1.5 വർഷത്തോളമായി ഈ ചാനൽ തുടങ്ങി. ഒരുപാട് സ്ഥിരം ആൾക്കാർ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായി കാണുന്നവരെ മഹാദേവൻ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണം. കാരണം ഞാൻ ജീവിത പുരോഗതിക്കാണ് ഈ ജ്യോതിഷം എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിതത്തിൽ പുരോഗതി ഇല്ലാതെ വന്നാലോ? അത് ശരിയെന്നത് പറയുന്നതും ചെയ്യുന്നതും രണ്ടായി മാറും. അപ്പോൾ ഈ ഗ്രഹങ്ങളാണ് ഈ ദോഷങ്ങൾ ചെയ്യുന്നത്. മനുഷ്യന് നേട്ടവും കോട്ടവും ഉണ്ടാക്കി കൊടുക്കുന്ന ദോഷങ്ങളാണ്. അപ്പോൾ ദോഷങ്ങളെ പൂജ ചെയ്ത് പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ അനുകൂലമാക്കിയെടുക്കുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ശനിയുടെ ദോഷം ഇല്ലാതാക്കുവാൻ ശനിയെ അനുകൂലമാക്കിക്കൊണ്ടുള്ള പൂജയും ചന്ദ്രനെ ബലം വർദ്ധിക്കുവാനുള്ള ആ ഒരു മന്ത്രം ചൊല്ലി ചന്ദ്രനുള്ള പൂജയും ഒക്കെ ചെയ്ത് ഈ ദോഷങ്ങളിൽ നിന്ന് ഈ ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റെടുക്കുന്നൊരു ദൗത്യം. അപ്പോൾ മീനക്കൂറിൽപ്പെട്ടവർക്ക് ഏഴരശനിയുടെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് പേർക്ക് പലവിധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ടവർക്കാകട്ടെ അവർക്ക് ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി ഭാഗ്യക്കേടുകൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 12-ൽ വ്യാഴം നിൽക്കുന്നു. അവരുടെ സമയം മോശമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചും ഒരു പൂജ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അവർക്കും പൂജ കൊണ്ട് പ്രയോജനമുണ്ട്. അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് അവർക്കും പൂജ കൊണ്ട് പ്രയോജനമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തുലാക്കൂറിൽപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ ഈ ശനി 5-ൽ നിൽക്കുന്നത് മൂലം അവരുടെ ജീവിതം മാനസികരെ പോലെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വീട് വിട്ട് വെളിയിൽ ഇറങ്ങുന്നില്ലെന്നേ ഉള്ളൂ. മാതാപിതാക്കൾ അല്ലെങ്കിൽ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർ ജോലിക്ക് പോകുന്നില്ല, വേലയ്ക്ക് പോകുന്നില്ല, ഒരു കാര്യവും ചെയ്യാതെ തന്നെ മാതാപിതാക്കളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതെല്ലാം ശനിയുടെ ദോഷം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾ അനുഭവിക്കുന്ന ആ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്പെഷ്യൽ പൂജ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ 100 രൂപ അയച്ചു തരിക. വെറും 100 രൂപ മാത്രം ഒരാൾക്ക്. താല്പര്യമുള്ളവർ ചെയ്തു തരിക. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്യുന്നതായിരിക്കും. അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ നേട്ടമുണ്ട്. നിങ്ങൾ മഹാദേവൻ്റെ നാമത്തിൽ 100 രൂപ മുടക്കിയാൽ മഹാദേവൻ 10,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. ആരുടെയും 100 രൂപ നഷ്ടപ്പെട്ടു പോകത്തില്ല. അത് നിങ്ങൾ മഹാദേവനെ വിശ്വസിച്ച് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുരോഗമനം അല്ലെങ്കിൽ പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി മഹാദേവൻ തന്നിരിക്കും. മഹാദേവൻ്റെ നാമത്തിൽ ചെയ്യുന്ന ഒരു പൂജയാണ്. അപ്പോൾ ഇതിൽ എല്ലാവരും ഭാഗമാകുവാൻ, പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ ഭാഗമാക്കാകുവാൻ താല്പര്യം കാണിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. ഈ നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നാളെ ബുധനാഴ്ച ദിവസം പുലർച്ചെ 3:40 മുതൽ ചന്ദ്രൻ കുജനുമായിട്ട് ചേരുകയാണ്. ചന്ദ്രൻ ഇപ്പോൾ കറുത്തപക്ഷത്തിലെ ചന്ദ്രനാണ്, ബലമില്ലാത്ത ചന്ദ്രനാണ്. കുജൻ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു. ശത്രുക്ഷേത്രസ്ഥിതനായ കുജൻ ശനിയുടെ രാശിയിലേക്ക്, അതായത് മകരൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശനി കുജൻ്റെ ക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരസ്പരമുള്ള ദൃഷ്ടിയൊക്കെ വരുന്നതുകൊണ്ട് നാളത്തെ ദിവസം മനുഷ്യർക്ക് പല വിധത്തിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും സംഭവിക്കാവുന്നൊരു ദിവസമാണ്.
അത് പ്രത്യേകം പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. നാളത്തെ ദിവസം വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ചൊവ്വ അല്ലെങ്കിൽ കുജൻ മിഥുനൻ രാശിയിലേക്ക് വന്നേ പിന്നെ ഒരുപാട് അപകടങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട്. അത് പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇപ്പോൾ വാഹനം ഓടിക്കാൻ. പ്രത്യേകിച്ച് മീനക്കൂറുകാർ, അവരുടെ 4-ലാണ് ഈ ചൊവ്വ നിൽക്കുന്നത്. അവർക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അവർക്ക് ഏഴരശനിയുടെ ഭാഗമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ തുലാക്കൂറുകാർ ശ്രദ്ധിക്കണം, കർക്കിടകക്കൂറുകാർ, ചിങ്ങക്കൂറുകാർ. അപ്പോൾ ഇവർക്കെല്ലാം മോശമായ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാരൊക്കെ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ അത് നക്ഷത്രഫലം പറയുന്നതിന് മുമ്പേ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് പ്രത്യേകം ഞാനത് എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധൻ്റെ ദിവസമായ ബുധനാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ അധിപതി ബുധനായതുകൊണ്ട് ബുധനാണ് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ക്രമീകരിക്കുക. ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. മേടക്കൂറുകാരുടെ 3-ാം ഭാവത്തിലാണ് കുജൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ 4-ാം ഭാവത്തിലാണ് അവർക്ക് ബുധൻ നിൽക്കുന്നത്. ജ്യോതിഷം പറയുന്നത് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒന്നും ചെയ്യത്തില്ല, ഒരു നേട്ടവും ആൾക്കാർക്ക് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അത് 4-ാം ഭാവത്തിൽ നിന്നാൽ നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അത്ര അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരണമെന്നില്ല. അവർക്ക് സൂര്യൻ അവരെ സംബന്ധിച്ചോളം 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും സൂര്യൻ അവർക്ക് ബുദ്ധിയും കഴിവും ഒക്കെ കൊടുക്കുമെങ്കിലും ബന്ധുമിത്രാദികളോ ധനപരമായ നേട്ടമോ ഒന്നും കൊടുക്കത്തില്ല. ഇപ്പോൾ തൊഴിൽ ഗുണം കൊടുക്കും, തൊഴിൽ കൂടിയുള്ള വരുമാനം കൊടുക്കും. അതല്ലാതെ പ്രത്യേകിച്ചുള്ള നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ബന്ധുക്കളൊക്കെ ശത്രുക്കളായി തീരുവാനും ഒക്കെ നാളത്തെ ദിവസം സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ നാളത്തെ ദിവസം മേടക്കൂറുകാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ആ ഒരു അറിവോടുകൂടി വേണം നാളത്തെ ദിവസം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാൻ എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. കാരണം 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ബുധൻ വക്രത്തിൽ ചെന്ന് മൗഢ്യത്തിലായിരുന്നു. കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഈ ഗ്രഹങ്ങളൊക്കെ മൗഢ്യമാകും. അപ്പോൾ മൗഢ്യമായി കഴിഞ്ഞാൽ മൗഢ്യത്തിൽ നിന്നും മാറി പിന്നെ 4-ാം തീയതി സെപ്റ്റംബർ മാസം 4-ാം തീയതിയാണ് അത് ചിങ്ങൻ രാശിയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കാര്യമായ ഗുണങ്ങളെ ഒന്നും ചെയ്യില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 3-ലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ ജാതകർക്ക് സൽപ്രവർത്തികളെക്കാൾ കൂടുതൽ ദുഷ്പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണയായിരിക്കും കൊടുക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് കാര്യമായി ഒന്നും കൊടുക്കത്തില്ല, ധനനേട്ടമോ അല്ല കുടുംബസുഖമോ കൊടുക്കത്തില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്ക് സൂര്യൻ നിൽക്കുന്നത് 4-ലാണ്. സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ച് ഉയർച്ചയ്ക്ക് ഒരിക്കലും സഹായിക്കുന്ന ഒരു ഗ്രഹമല്ല. അപ്പോൾ പ്രതികൂലമായ അനുഭവത്തെ ആയിരിക്കും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീടോ വസ്തുവോ അല്ലെങ്കിൽ വാഹനമോ ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ ആൾക്കാർ വന്ന് വലിയ വില പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ചിട്ട് പോകും എന്നല്ലാതെ അത് കച്ചവടം നടക്കണമെന്നില്ല. അപ്പോൾ അത് നമുക്ക് നേട്ടത്തെ തരുന്ന 4-ാം ഭാവം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് നേട്ടം തരുന്നത് വ്യാഴം തരുന്നത് പോലെയോ അല്ലെങ്കിൽ ശുക്രൻ തരുന്നത് പോലെയോ ഒന്നും ഈ ബുധനോ സൂര്യനോ തരത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ചും കാര്യമായ നേട്ടമൊന്നുമുള്ള ഒരു ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 12-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. ചന്ദ്രൻ 12-ലും പിന്നെ അവരുടെ ജന്മഭാവത്തിലേക്കും കയറി വരുന്നുണ്ട് നാളത്തെ ദിവസം. അപ്പോൾ ഈ ചന്ദ്രൻ ബലമില്ലാത്തൊരു ചന്ദ്രനാണ്. എന്നാൽ അവർക്ക് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജന്മഭാവത്തിൽ കുജൻ നിൽക്കുന്നു. കുജൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് ശത്രുതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് BP കൂടാം, ടെൻഷൻ വർദ്ധിക്കാം, ആകുലതകൾ വർദ്ധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ കുടുംബസുഖമോ ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. എന്നാൽ പിതാവ് മുഖേനയോ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കും എന്നുള്ളതല്ലാതെ മറ്റു രീതിയിലുള്ള വലിയ നേട്ടങ്ങളൊന്നും, തൊഴിൽപരമായുള്ള നേട്ടമോ ദാമ്പത്യ ജീവിത സുഖമോ ഒന്നും അവർക്ക് കാര്യമായി ഉണ്ടാകുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം. ഏറെക്കുറേയും പ്രതികൂലങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ സാധ്യത. എന്നാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, പിതാവ് മുഖേന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലെ മേലധികാരികൾ മുഖേനയുള്ള ഗവൺമെൻറ് മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്.
കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അങ്ങനെ ജന്മത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും നല്ല ആശയങ്ങളും ഒക്കെ ഈ ജാതകർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ നല്ല ആരോഗ്യം കൊടുക്കും, കലാരംഗത്ത് ഉയർന്നു വരാനുള്ള പ്രേരണ കൊടുക്കും. അപ്പോൾ അങ്ങനെ നല്ല അനുഭവങ്ങളെയൊക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെങ്കിൽ 2-ൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് കുടുംബത്തിൽ സുഖവും സ്വസ്ഥതയും കൊടുക്കത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവരുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകളോ പ്രോത്സാഹനമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുവാണെങ്കിൽ പോലും അത് വീട്ടിലുള്ള കലഹം മൂലം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മൂലം അതിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കത്തില്ല എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഒരുപക്ഷെ പിതാവ് മുഖേന ധനം വന്ന് ചേരാം, പിതാവ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തിയാൽ പോലും അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമോ മനസ്സിന് സുഖം പൂർണ്ണമായിട്ട് ലഭിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. സുഖം സ്വസ്ഥതയൊക്കെ കുറവായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അതുപോലെ തന്നെ കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചുള്ള അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. ശനിയുടെ ദോഷം കൊണ്ട് പലരും മൂകരായി ഒക്കെയാണ് ജീവിക്കുന്നത്. പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കി വെച്ച് മനപ്രയാസത്തോടുകൂടി ഒരുപാട് പേര് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊന്നിലും ഒരു നേട്ടവും അവർക്ക് ഉദ്ദേശിക്കുന്ന പോലെ അവർ എത്ര കഷ്ടപ്പെട്ടിട്ടും ഒന്നും വിജയിക്കാൻ പറ്റാതെ തുഴഞ്ഞു പോവുക, അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഒരുപാട് പേര് പോകുന്നുണ്ട്. ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അത് മറ്റൊരു വിഷയം. അപ്പോൾ അങ്ങനെ പ്രതിസന്ധികളിൽ കൂടിയാണ് ഈ കർക്കിടകക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. നാളത്തെ ദിവസം അവർക്ക് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ലാണ് ഈ ബുധൻ നിൽക്കുന്നത്. ചിങ്ങം രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. സൂര്യൻ്റെ 12-ലാണ് ബുധൻ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ ജാതകർക്ക് ദോഷത്തെ ഒന്നും കൊടുക്കത്തില്ല, ധനപരമായ നേട്ടമൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയം കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമായിരിക്കും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ഒക്കെ അനുഭവിച്ച് ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നേട്ടം അനുഭവിച്ച് ചിങ്ങക്കൂറുകാർക്ക് നാളത്തെ ദിവസം കഴിഞ്ഞു പോകാം എന്നുള്ളതാണ് നാളത്തെ ദിവസത്തിൻ്റെ നക്ഷത്രഫലമായി എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നേട്ടത്തെ തരുന്നൊരു ഗ്രഹവുമാണ് എന്നുള്ളതും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 11-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ബുദ്ധിയെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഭാര്യയും നല്ല മക്കളെയൊക്കെ കൊടുക്കും. ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നല്ല രീതിയിലുള്ള ജീവിതാനുഭവങ്ങളെ അവർക്ക് കൊടുക്കും. പ്രത്യേകിച്ച് ഈ നാളുകാരായിട്ടുള്ള കലാകാരന്മാരൊക്കെ നാളത്തെ ദിവസം ശോഭിക്കും. അപ്പോൾ അവരുടെ കലാപ്രവർത്തനം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ത്രീ മുഖേന ധനം വന്നു ചേരുവാനും സഹായങ്ങൾ കുടുംബത്തിൽ വന്നു ചേരുവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണെന്നും അറിഞ്ഞിരിക്കുക. അപ്പോൾ നാളത്തെ ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 10-ാം ഭാവത്തിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. 10-ൽ നിൽക്കുന്ന ബുധൻ നല്ല സമ്പത്തും നല്ല ആരോഗ്യമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അത് പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യം കൊടുക്കും. ചിലരൊക്കെ പുതിയ ആഭരണങ്ങളും വാങ്ങിച്ചു നിൽക്കും. സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. പണ്ഡിതന്മാർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്ന ദിവസമാണ് നാളത്തെ ദിവസം എന്ന് ജ്യോതിഷം പറയുന്നു. ഇവർ പണത്തിന് നാളത്തെ ദിവസം ഇവർ അമിത പ്രാധാന്യം കൊടുക്കും. പണത്തിൻ്റെ കാര്യത്തിൽ ലുബ്ധത കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പണം അവർ ദുഷിച്ചൊക്കെ ചിലവഴിക്കുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ്. ധനപരമായ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന സമയമാണ്. എങ്കിലും ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ സ്ഥിതി വരുമ്പോഴൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു ഇടയ്ക്കൊക്കെ നല്ല വെട്ടവും വെളിച്ചമൊക്കെ അവർക്കുണ്ടാകുന്ന നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. നാളത്തെ ദിവസം അവർക്ക് ധനവിടുതലും വന്നു ചേരും. അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും. പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ള സാഹചര്യം അനുകൂലമായി വരും. ചിലർക്കൊക്കെ പുതിയ ആഭരണങ്ങൾ തന്നെ വാങ്ങിച്ചു നിൽക്കും. സുഖസൗകര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരും. അങ്ങനെ എല്ലാം കൊണ്ടും നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് തുലാക്കൂറും മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാല അനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ഭാഗ്യഭാവമാണ് 9-ാം ഭാവം. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നല്ല ഫലങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. കലാകാരന്മാരൊക്കെ ശോഭിക്കും. തീർച്ചയായിട്ടും കലാപരമായ കഴിവുകളെ ബേസ് ചെയ്യുന്നൊരു ഗ്രഹമാണല്ലോ ബുധൻ. അപ്പോൾ ബുധൻ ഇഷ്ടഭാവത്തിൽ ത്രികോണത്തിലും കേന്ദ്രത്തിലും ഒക്കെ നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം 4 എന്ന ഭാവം ഒഴികെയുള്ള ബാക്കിയുള്ള ഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക് എല്ലാം അനുകൂലമായ ഫലങ്ങളെ കൊടുക്കും. കലാപരമായ കഴിവുകളുള്ളവർക്ക് അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ.
അവരുടെ കഴിവിനെ വളർത്തിയെടുക്കുവാനും അത് പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നൊരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ നാളത്തെ ദിവസം വൃശ്ചികക്കുറിൽപ്പെട്ട കലാകാരന്മാർക്കൊക്കെ ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നല്ല പ്രാസംഗികരായി തീരുവാൻ സാധ്യതയുണ്ട്, ശാസ്ത്രകാരന്മാരായി തീരുവാൻ സാധ്യതയുണ്ട്, ധനനേട്ടം പ്രതീക്ഷിക്കാൻ, നല്ല ദാമ്പത്യ ജീവിതം, ഭാര്യാപുത്രി അല്ലെങ്കിൽ ഭാര്യാപുത്രാദി ഉള്ള നല്ല ജീവിതം, ഭാര്യയും പെൺമക്കളുമായിട്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ നല്ല ജീവിതമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുക. സൽഗുണ സമ്പന്നനെ പോലെ അവർ ശോഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 8-ലാണ്, അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ അവർ പ്രശസ്തരാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം പ്രശസ്തി, അംഗീകാരമൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളതാണ്. ഈ നാളുകാരൊക്കെ വ്യാപാരം ചെയ്യുന്നവരാണെങ്കിൽ വ്യാപാര വിജയം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സുഖസൗകര്യങ്ങളൊക്കെ നാളത്തെ ദിവസം വർദ്ധിക്കും. അവർ എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടിയല്ല എന്തെങ്കിലും കാര്യങ്ങൾ അവർ വീട്ടിൽ ചെയ്തിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വല്ലപ്പോഴുമൊക്കെയാണ് ഈ ഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അഷ്ടമത്തിൽ നിന്നാലും നേട്ടത്തെ കൊടുക്കുന്നത് അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളെ കൊടുക്കുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ്. അത് വല്ലപ്പോഴുമൊക്കെയാണ് അങ്ങനെയുള്ള സൗഭാഗ്യം വന്നു ചേരുക. അപ്പോൾ നാളത്തെ ദിവസം ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ അവർക്ക് നേട്ടങ്ങളെ തന്നെ കൊടുക്കും. അതായത് പ്രശസ്തി കൊടുക്കും, വ്യാപാര വിജയം കൊടുക്കും, അങ്ങനെയുള്ള നേട്ടങ്ങളെയൊക്കെ അവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ള. എന്നാൽ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കണമെന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. നല്ല ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാകണമെന്നില്ല, പ്രശസ്തിയും വ്യാപാര വിജയവും ഒക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെയൊക്കെ അവർക്കാണ് കൊടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ, ബലവാനായ ബുധനാണെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം സുദൃഢമാക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ഒരു രീതിയിൽ നല്ലൊരു ബന്ധം, ആഴമായ ഒരു ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ആഴമായ ബന്ധത്തെ കൊടുക്കും 7-ൽ നിൽക്കുന്ന ബുധൻ. അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ മകരക്കുറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഭാര്യയും ഭർത്താവിനും ഒക്കെ നല്ല ആരോഗ്യമുണ്ടായിരിക്കും, നല്ല സൗന്ദര്യമുണ്ടായിരിക്കും, പരസ്പരം ആകർഷിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു നല്ല മനസ്സ് കൊടുക്കും. അപ്പോൾ അങ്ങനെ വിദ്യാഗുണവും ബുദ്ധിശക്തിയും കലകളിൽ ശോഭിക്കാനുള്ള കഴിവുകൾ, അങ്ങനെ പ്രത്യേകം ഓരോ കഴിവുകളും ഒക്കെ ടാലൻ്റായിട്ട് ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുത്തു. അപ്പോൾ ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെ കലാപരമായ കഴിവുകളിലെ വിജയം ഉൾപ്പെടെ അവിടെ ഏത് മേഖലകളിലും വിജയിക്കാൻ പറ്റുന്ന ഒരു നല്ല അനുഭവത്തെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം മകരക്കുറുകാർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് തിരുവോണം നാളുകാരൊക്കെ ബുധനാഴ്ച ദിവസം ജനിച്ചാൽ അവർക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ വളരെയധികം കൂടുതലാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് പറഞ്ഞാൽ ഏത് ഭാവമാണ്? ഞാൻ എപ്പോഴും പറയുമല്ലോ, രോഗഭാവം അല്ലേ, കടബാധ്യത, കടത്തെക്കുറിച്ചുള്ള ഭാവം, ശത്രുതയെക്കുറിച്ചുള്ള ഭാവം. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ കുംഭക്കൂറുകാർക്ക് നാളെ ശത്രുശല്യം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നാളത്തെ ദിവസം 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഒരു 50% നേട്ടവും 50% ദോഷവും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പൂർണ്ണമായിട്ടും ദോഷം ചെയ്യത്തില്ല. അപ്പോൾ ഏറെക്കുറെ ശത്രുശല്യം ഉണ്ടായെന്ന് വരുന്നാലും അത് പിടിച്ചു നിൽക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ തന്നെ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളുണ്ടായാലും അതിനെ അതിജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനല്ല. ഈ ജ്യോതിഷത്തിൽ ഈ ചന്ദ്രനും ബുധനും ശത്രുക്കളാണ്. ചന്ദ്രൻ ആരോടും ശത്രുതയില്ല. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. നാളത്തെ ദിവസം ചന്ദ്രൻ ക്ഷീണയന്ത്രനുമാണ്. അപ്പോൾ ബുധനാണ് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നാളെ ഈ നാളുകാരെ സംബന്ധിച്ച് ശത്രുശല്യം ഉണ്ടാക്കി കൊടുക്കും. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ അത്ര അനുകൂലമായൊരു ദിവസത്തെ അവർക്ക് കൊടുക്കത്തില്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കലഹമുണ്ടാക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ബുധൻ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് ഈ നാളുകാർ നാളത്തെ ദിവസം വളരെ ശ്രദ്ധിക്കുക. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ജനിച്ച സമയത്ത് ബുധൻ ഇഷ്ടഭാവത്തിലും ഉച്ചനുമൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും വന്നു ചേരണമെന്നുമില്ല എന്നുള്ള കാര്യം കൂടി സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക. പൊതുവായിട്ടുള്ളൊരു നക്ഷത്രമാണല്ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറുകാർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നത് കൊണ്ട് സൽപുത്ര ഭാഗ്യം ഉണ്ടാകും. പക്ഷേ 5-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലോ സൽപുത്ര ഭാഗ്യം ഉണ്ടാകത്തില്ല. അതെന്താണ്?
വ്യാഴമെന്ന് പറഞ്ഞാൽ ആ പുത്രഭാവത്തിൻ്റെ കാരകഗ്രഹമാണ്. കാരകഗ്രഹം ആ ഭാവത്തിൽ നിന്നാൽ യാതൊരു ഗുണവും ഉണ്ടാകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 5-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ സൽപുത്ര ഭാഗ്യമുണ്ടാകും. പക്ഷേ 5-ാം ഭാവത്തിൽ ഈ കാരകഗ്രഹമായ വ്യാഴം നിന്നാൽ പുത്രഗുണം ഉണ്ടാകുകയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 5-ലെ ബുധൻ നാളത്തെ ദിവസം മീനക്കുറുകാരെ സംബന്ധിച്ചോളം മക്കളെ കൊണ്ടുള്ള നല്ല സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ്. അവർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായൊരു ദിവസം, വിദ്യയിൽ ഉന്നതി നേടുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ വിദ്യ കൊണ്ടുള്ള നേട്ടം അവർക്ക് കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. അങ്ങനെ ഓരോ കഴിവുകളിൽ പ്രാവീണ്യം നേടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സപ്പോർട്ട് ചെയ്യുന്നൊരു ദിവസമാണ്. സുഖാനുഭവ യോഗങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണ്. ദൈവഭക്തി, ഈശ്വരഭക്തി, ഗുരുഭക്തിയൊക്കെ വർദ്ധിപ്പിച്ച് ഈ ആളുകാരെ നല്ല അറിവും കഴിവും പ്രാവീണ്യവും ഉള്ളവരാക്കി മാറ്റിയെടുക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ ബുധൻ ഇവർക്ക് 5-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് നാളത്തെ ദിവസം മീനക്കുറുകാരെ സംബന്ധിച്ച് നേട്ടമുള്ള ദിവസമാണ്. മീനക്കുറിൽപ്പെട്ട തൃട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ചൊന്ന് ആലോചിക്കാം. കേരളത്തിൻ്റെ നാളത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഇപ്പോൾ പൊതുവെ കേരളത്തിൻ്റെ സിനിമാ മേഖലയിലുള്ളവർ രാഷ്ട്രീയവുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് അവിടെ ആകപ്പാടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചൊവ്വ മിഥുനൻ രാശിയിലേക്ക് മാറിയാൽ, അതായത് ഒരു ജാതകൻ്റെ ഗ്രഹനിലയിൽ ചൊവ്വ മിഥുനൻ രാശിയിലാണെങ്കിൽ കലാപരമായ കഴിവുകൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ കലാപരമായ മേഖലകളിൽ ശത്രുതയും ഉണ്ടാകുന്നു. കാരണം ചൊവ്വ നിൽക്കുന്നത് ശത്രുക്ഷേത്രമായ ബുധൻ്റെ ക്ഷേത്രത്തിലല്ലേ നിൽക്കുന്നത്. ചൊവ്വ ബുധനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ഒരു നേട്ടങ്ങളൊക്കെ ഉണ്ടായാൽ പോലും അവിടെ ശത്രുതകൾ വന്നു ചേരും. ആ ശത്രുതയിൽ പലരും അടിതെറ്റി വീഴും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസവും ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലകളിൽ, അതായത് കലാപരമായ മേഖലകളിൽ നാളത്തെ ദിവസം പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പണ്ഡിതന്മാരും വിദ്വാൻമാരും ജ്ഞാനികളും ഒക്കെ അഭിപ്രായം പറയുന്നൊരു ദിവസമാണ്. അങ്ങനെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർന്ന്, ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ ഞാൻ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഞാൻ പല വീഡിയോയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയവുമായി കൂടിക്കലർന്നുള്ള കലാപരമായ സാംസ്കാരിക മേഖലകളുമായി കല കൂടിച്ചേർന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ ആയിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക. അതുപോലെ തന്നെ നാളെ വെളുപ്പിനെ ബുധനാഴ്ച പുലർച്ചെ 3:40 മുതൽ ഈ ചന്ദ്രൻ കുജനോട് ചേരുന്നതുകൊണ്ട് അനിഷ്ട സംഭവങ്ങളുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും മഹാദേവൻ കാത്തുപരിപാലിക്കട്ടെ. മഹാദേവൻ്റെ സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും മഹാദേവൻ ക്ഷേമത്തോടും സുഖത്തോടും ഐശ്വര്യത്തോടും കൂടി കാത്തുപരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർമൈൻഡ് ഓഫ് നോളജ്.